മക്കളെ എല്ലാവരും ഉണ്ടോ? ഉള്ളവർ പറഞ്ഞോളൂ, കുറച്ച് പേരേ ഉള്ളൂ. ഉള്ളവർ പറഞ്ഞോളൂ. ഇപ്പം ഞാൻ എന്തായാലും ഉടനെ അറ്റൻഡൻസ് വിളിക്കുന്നില്ല, കാരണം ഇപ്പം അറ്റൻഡൻസ് വിളിക്കാൻ നിന്നാൽ ആൾ കുറവാണ്. സോ ഇപ്പം അറ്റൻഡൻസ് വിളിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് അറ്റൻഡൻസ് വിളിക്കാം. മക്കളെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു നിർത്തി എവിടം വരായിരുന്നു പറഞ്ഞേ? കേശികത്വം വരായിരുന്നു. കേശിക ഉയർച്ചയും കേശിക താഴ്ചയും നമ്മൾ പഠിച്ചു നിർത്തിയില്ലേ അല്ലേ? ഓക്കെ. ആ കേശിക താഴ്ച കാണിക്കുന്ന നോർമലി എല്ലാ ലിക്വിഡ്സും കേശിക ഉയർച്ചയാണ് കാണിക്കുന്നത്. കേശിക താഴ്ച കാണിക്കുന്ന ഒരെണ്ണേ ഉള്ളൂ. അതേതാ നമ്മൾ പഠിച്ചല്ലോ? അഭിനന്ദ് സതീശൻ. അഭിനന്ദ് വന്നിട്ടില്ല. ദെൻ അഭിനന്ദ് എസ്. അഭിനന്ദ് മോനെ കൈശിക താഴ്ച കാണിക്കുന്ന ഒരെണ്ണം നമ്മൾ പഠിച്ചു ചെയ്ത അഭിനന്ദ്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം, ഒരു ദ്രാവകമാണ് നമ്മൾ കേശിക താഴ്ച കാണിക്കുന്നു എന്ന് പഠിച്ചത്. അത് ഏതായിരുന്നു അറിയില്ല. ദെൻ അഭിനവ് എസ് ബി. അഭിനവ് എസ് ബി ആബ്സെന്റ് ആണ്. അഭിരാമി. അഭിരാമി ആബ്സെന്റ് ആണ്. ഓക്കെ. ദെൻ ആകാശ് ബി. അഖിൽ ബി. അക്സ എ പി. അക്ഷയ് രാജൻ. അക്ഷയ് രാജ് നമ്മൾ കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകം ഏതാന്ന് പറഞ്ഞല്ലോ. ഏതായിരുന്നു? വെരി ഗുഡ്, മെർക്കുറി ആണല്ലേ കേശിക താഴ്ച കാണിക്കുന്ന ഒരു ദ്രാവകം എന്ന് പറയാം. കേശിക ഉയർച്ചയിൽ നമുക്ക് ജലമൊക്കെ പറയാം, മറ്റുള്ള ലിക്വിഡ്സ് എല്ലാം പറയാം. ഡെൻസിറ്റി കൂടിയ മെർക്കുറിയാണ് നമുക്ക് കേശിക താഴ്ച കാണിക്കുന്നത് പറയാം. ഇത്രയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അല്ലേ? കേശികത്വം പറഞ്ഞു, കേശിക ഉയർച്ചയും കേശിക താഴ്ചയും പറഞ്ഞു. അഡ്ഹഷൻ ഫോഴ്സും കോഷൻ ഫോഴ്സും കൂടെ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ? ഞാൻ വീഡിയോ അയച്ചു തന്നിരുന്നല്ലോ. കേൾക്കാം. ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാ, ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്ന റേഞ്ച് പ്രോബ്ലം ഉള്ളവർക്ക് ഞാൻ വീഡിയോ അയച്ചു തന്നിരുന്നല്ലോ മക്കളെ, ഓർമ്മയില്ലേ? അതെ, അത് കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിൽ റെക്കോർഡഡ് വീഡിയോ അയച്ചു തന്നില്ലേ? ക്ലാസ്സിന്റെ വീഡിയോ അയച്ചു തന്നിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ക്ലാസ് എടുത്തപ്പോൾ കണ്ടില്ല. ആയിക്കോട്ടെ, സാറില്ല. എന്തായാലും ഓക്കെ. അഡ്ഹഷൻ ഫോഴ്സും കോഷൻ ഫോഴ്സും പറഞ്ഞില്ലേ? ഒരേ ഇനം തന്മാത്രകൾ കൊണ്ടുള്ളതും വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ളതും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ പറഞ്ഞു. നിതിൻ പറഞ്ഞു എന്നാണോ പറഞ്ഞത്? നിതിൻ ഓക്കെ, പറഞ്ഞല്ലോ അല്ലേ? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹീഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹഷൻ. അതിൽ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു പേപ്പറിനകത്ത് വെള്ളം ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പേപ്പറും വെള്ളവും തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹഷൻ. അതേസമയം വെള്ളത്തിന്റെ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലമുണ്ട്. ആ വെള്ളത്തിന്റെ തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹിഷൻ. കാരണം വെള്ളവും വെള്ളവുമാണെങ്കിൽ ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണെങ്കിൽ, രണ്ടും ജലതന്മാത്രകൾ തമ്മിലാണെങ്കിൽ
അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കോഹിഷൻ എന്നും. അതേസമയം ഒരെണ്ണം ജലവും ഒരെണ്ണം നമ്മൾ പേപ്പർ മാതിരിയല്ലേ. വ്യത്യസ്തതരം തന്മാത്രകൾ നമ്മൾ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹഷൻ. ഓക്കെ, ഇവിടെ വരാൻ തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് അല്ലേ? അതെ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കുന്നത് ഇതില് എല്ലാ ഇനി വീണ്ടും നമ്മൾ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും കാണിക്കാനുള്ള കാരണമൊക്കെ പറഞ്ഞു. ഗ്ലാസ്സിലെ ഒരു ഗ്ലാസ് ട്യൂബിൽ നമ്മൾ വെള്ളം എടുത്താൽ അവിടെ ഇത് ഗ്ലാസ് ആണ്, ഇതിനുള്ളിൽ ജലമാണ്. ഈ ഗ്ലാസ് എന്ത് ചെയ്യും? ജലത്തെ മേലോട്ട് പിടിച്ച് വലിക്കും. ഗ്ലാസ് ജലത്തെ ആകർഷിക്കുന്നു. ഗ്ലാസും ജലവും തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡ്ഹഷൻ ആണോ കൊഹഷൻ ആണോ? ആൽവിൻ ബാബു ആൽവിൻ ബാബു ആബ്സെന്റ് ആണ്. ആൽവിൻ പ്രശാന്ത്, അമൽ എ, അമൽ കൃഷ്ണ. മോനെ നമുക്ക് ഗ്ലാസും ജലവും, ഗ്ലാസ് എന്ന് പറയുന്നതും ജലം എന്ന് പറയുന്നതും വ്യത്യസ്ത തന്മാത്രകളാണ് അല്ലേ? അങ്ങനെ വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു മോനെ? അഡ്ഹഷൻ ബലം. വെരി ഗുഡ് അല്ലെ? ഈ ഗ്ലാസും ജലവും തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹഷൻ ബലം. ഈ ജലവും തമ്മിൽ, ഇതിനകത്തുള്ള ജലവും മേലുള്ള ജലവും തമ്മിലും ആകർഷണ ബലമുണ്ട്. ജലവും തമ്മിലും ഇവിടെ ആകർഷണ ബലമുണ്ട്. ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരുന്നു എന്നാ പറഞ്ഞ? അനാമിക. അനന്തു കൃഷ്ണൻ, അഞ്ജലി എസ്, അപർണ എം എ, ആരതി ആർ എസ്, ആരോമൽ എ. ആരോമൽ. ജലവും തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താന്നാ പറഞ്ഞേ? കോഹിഷൻ ബലം അല്ലെ? അപ്പൊ ഒരു ഗ്ലാസ് ട്യൂബിൽ വെള്ളം എടുത്താൽ രണ്ട് തരം ആകർഷണ ബലമുണ്ട്. ഗ്ലാസ് ഈ ജലത്തെ മുകളിലേക്ക് ആകർഷിക്കുന്നു, അഡ്ഹഷൻ ബലം. ജലവും തമ്മിൽ ആകർഷിക്കുന്നു, കോഹിഷൻ ബലം. ഓക്കെ, അത് താഴോട്ടായിരിക്കും ആകർഷിക്കുക. അപ്പൊ മുകളിലേക്ക് അഡ്ഹഷൻ ബലമുണ്ട്, താഴേക്ക് കോഹിഷൻ ബലമുണ്ട്. ഇവരിൽ ആരാ വലുത് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ എടുത്ത വസ്തുക്കളെ ആശ്രയിച്ചിരിക്കും. ഗ്ലാസ് ജലം, അല്ലെ ഗ്ലാസ് കെറസൻ, അല്ലെ കെറസൻ മീൻസ് മണ്ണെണ്ണ, ഗ്ലാസ് ബർക്കുറി, അതിനെ ആശ്രയിച്ചിരിക്കുന്നു. അഡ്ഹഷൻ ആണ് കൂടുതലെങ്കിൽ ഈ ദ്രാവകം മുകളിലേക്കാണോ വരിക താഴേക്കാണോ വരിക? ബിനീഷ് ബേബി, അബിനീഷ് ബേബി, ഇവിടെ അഡ്ഹഷൻ മുകളിലേക്കാണ് നമ്മൾ പറഞ്ഞു, കോഹിഷൻ താഴേക്കാണ് പറഞ്ഞു. ഇവര് അഡ്ഹഷൻ ആണ് കൂടുതലെങ്കിൽ ഈ ഇരിക്കുന്ന ദ്രാവകം മുകളിലേക്ക് ഉയരുമോ താഴോട്ട് വരുമോ? മുകളിലേക്ക് ഉയരും അല്ലേ? അപ്പം അഡ്ഹഷൻ കൂടുതലെങ്കിൽ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തോന്നുന്നു, അറിയില്ല, എന്തായാലും ഈ ക്ലാസ്സിൽ ഒന്നുകൂടി പറയണം. അഡ്ഹഷൻ ബലം കൂടുതലാണെങ്കിൽ കേശിക ഉയർച്ചയായിരിക്കും സംഭവിക്കുക. തിരിച്ച് നമുക്ക് എന്ത് പറയാം? ബിനീഷ് ബേബിയുടെ ഉത്തരം പറഞ്ഞേ. Then Bipin B. Bipin. Chandrahas. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൈക്ക് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണെങ്കിൽ ലാസ്റ്റ് അറ്റൻഡൻസ് പറയില്ല. വിളിക്കുന്ന സമയത്തിൽ യു ക്യാൻ പുട്ട് ദ മെസ്സേജ് ഇൻ ദ ചാറ്റ് ബോക്സ്. അതിനാണ് ചാറ്റ് ബോക്സ് ചെയ്തത്. പക്ഷെ വിളിക്കുന്ന സമയത്ത് മെസ്സേജ് പറയാനല്ലാതെ ലാസ്റ്റ് വന്നിട്ട് ഇപ്പോൾ ആബ്സെൻ്റ് ആണ്, ഞാൻ അന്നേരം പ്രസൻ്റ് ആണെന്നൊന്നും ആരും പറയില്ല. ഇന്ന് എന്തായാലും നിങ്ങളുടെ പേരൻസ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നോക്കിയിട്ട് കൊടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ, പ്രസൻറ്റ് പറയാത്തവരാരും. ദൈവീക്, ഫർഹാന, गायत्री जे, गोकुल जी, गौतम एस, गौतम. അഡ്മിഷൻ ആണ് ഉയർന്നതെങ്കിൽ കേശിക ഉയർച്ചയെ നമ്മൾ പറഞ്ഞു അല്ലേ? അത് മനസ്സിലായോ?
ഇനി കൊഹിഷൻ ആണ് കൂടുതലെങ്കിൽ, ഇവിടെ നമ്മളൊരു ദ്രാവകം എടുത്തു, അത് കൊഹിഷൻ ആണ് അവിടെ കൂടുതലെങ്കിൽ ദ്രാവകം എങ്ങോട്ട് പോകും? മുകളിലേക്ക് പോവോ താഴേക്ക് വരുമോ? താഴേക്ക്. വെരി ഗുഡ്. കൊഹിഷൻ ആണ് കൂടുതലെങ്കിൽ ദ്രാവകം താഴേക്ക് വരുന്നു. അതായത് കേശിക ഉയർച്ചയാണോ കേശിക താഴ്ചയാണോ അപ്പൊ കാണിക്കുക? കേശിക താഴ്ച കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചില ദ്രാവകങ്ങൾക്ക് കേശിക ഉയർച്ചയും ചില ദ്രാവകങ്ങൾക്ക് കേശിക താഴ്ചയും എന്ന് പറഞ്ഞു. അതിനുള്ള കാരണം ഇപ്പൊ നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും മനസ്സിലായോ? അതായത് ഒരു ദ്രാവകം ഒരു ഗ്ലാസ് ട്യൂബിൽ എടുത്താൽ അഡ്ഹഷൻ ആണോ കൊഹിഷൻ ആണോ വലുതെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് കേശിക ഉയർച്ച ഉണ്ടാവുമോ കേശിക താഴ്ച ഉണ്ടാവുമോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പരീക്ഷണം നടത്തി നോക്കണം. പരീക്ഷണം നടത്തി നോക്കിയാൽ പിന്നെ ഇതൊന്നും അറിയേണ്ട, നമുക്ക് കണ്ടുകൊണ്ട് തന്നെ പറയാം കേശിക ഉയർച്ചയാണോ കേശിക താഴ്ചയാണോ കാണിക്കുന്നത്. അതറിയില്ല എങ്കിൽ നമ്മൾ അഡ്ഹഷൻ ആണോ കൊഹിഷൻ ആണോ വലുതെന്ന് നോക്കണം. അഡ്ഹഷൻ കൂടിയാൽ മുകളിലേക്ക് വരും, കൊഹിഷൻ കൂടിയാൽ താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഹരിഗോവിന്ദ് കർമ്മ അങ്ങനെയാണെങ്കിൽ മെർക്കുറിയുടെ കാര്യത്തിൽ ആരാണ് കൂടുതൽ? അഡ്ഹഷൻ ബലമാണോ കൊഹിഷൻ ബലമാണോ കൂടുതൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ? അഡ്ഹഷൻ ബലം. മെർക്കുറി കേശിക ഉയർച്ചയാണോ കേശിക താഴ്ചയാണോ കാണിക്കുന്നത്? കേശിക താഴ്ച കാണിക്കുകയാണെങ്കിൽ ആരായിരിക്കണം കൂടുതൽ? അഡ്ഹഷൻ ബലത്തേക്കാൾ കൊഹിഷൻ ബലം കൂടുതലായിരിക്കും. യെസ്, കൊഹിഷൻ ബലം കൂടുതലായിരിക്കണം. വെരി ഗുഡ് അല്ലേ? അപ്പം മെർക്കുറിയുടെ കാര്യത്തിൽ കൊഹിഷൻ ബലം കൂടുതലാണ്, അതുകൊണ്ടാണ് മെർക്കുറി കേശിക താഴ്ച കാണിക്കുന്നത്. ഓക്കെ മക്കളെ, റെഡിയായോ? അത് മക്കളെ എല്ലാവർക്കും മനസ്സിലായോ? അത് ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. ഇനി നമ്മൾ കാണിക്കുന്നത്, അതിപ്പം ടീച്ചറിന് ഇപ്പൊ തൽക്കാലം പരീക്ഷണം ചെയ്യാൻ നിവർത്തിയില്ല ടീച്ചർ, അതുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം തന്നെ നോക്കിയാൽ മതി. ചിത്രം 1.2 എന്ന് പറഞ്ഞൊരു ചിത്രം കാണിച്ചിട്ടുണ്ട്. ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തോട്ടെ. ഫേസ്ബുക്കിൽ പേജ് ഒന്ന് എടുത്ത് നോക്കിക്കോളൂ. ചിത്രം വ്യത്യാസമുണ്ട് നമ്പർ പറയുന്നതിൽ. ഇതിനകത്ത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ അല്ല, ഞാനിപ്പോൾ നിങ്ങളെ PDF കാണിച്ചിരിക്കുന്നതിൽ ചിത്രം 21ാമത്തെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ചിത്രം ഒന്ന് എടുത്ത് എല്ലാവരും കണ്ടല്ലോ? ചിത്രം കണ്ടല്ലോ? മക്കളെ പേജ് നമ്പർ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് 21ആണോ പേജ് നമ്പർ? അതിനകത്ത് അത് 22ആണോ? അപ്പൊ 22. ഓക്കെ, അപ്പൊ 22 തന്നെയാണ്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നമുക്ക് കേശിക ജലം തന്നെയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഈ കുഴലുകൾ വെള്ളത്തിലേക്ക് താഴ്ത്തുമ്പോൾ ജലം കുഴലിലൂടെ എങ്ങോട്ട് വരും? ഹരികുമാർ ആബ്സെന്റ് ആണ്. ദെൻ ഇർഫാന ആർ, ജിതിൻ എം ജോസ്, കാർത്തിക്, ജിതിൻ. ഓക്കെ, ജിതിൻ പ്രസന്റ് ആണ് അല്ലേ? ഓക്കെ ജിതിൻ മോനെ, നമ്മൾ ഈ കുഴലുകൾ എല്ലാം കാപ്പിലറി കുഴലുകളാണ്, കേശിക കുഴലുകളാണ്. ഇതിനെ നമ്മളൊരു ട്രഫിലെ വെള്ളത്തിലേക്ക് താഴ്ത്തുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ജലം എങ്ങോട്ട് വരും? കുഴലിലൂടെ താഴോട്ടായിരിക്കും മുകളിലേക്ക് ഉയർന്നായിരിക്കും നിൽക്കുക? മുകളിലേക്ക് ഉയരും അല്ലെ? കാരണം നമുക്കറിയാം ദ്രാവകം ജലം എന്ന് പറയുന്നത് കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകമാണ്. അത് കുഴലുകളിലൂടെ മുകളിലേക്ക് ഉയരുന്നു. അതിന്റെ ചിത്രവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കാരണം ഗ്ലാസും ജലവും തമ്മിലുള്ള ആകർഷണ ബലം കൂടുതലാണ് അല്ലെ? അതായത് അഡ്ഹഷൻ ബലം കൂടുതലാണ്. അതുകൊണ്ട് ജലം കുഴലുകളിലൂടെ മുകളിലേക്ക് ഉയരുന്നു. അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചു നിർത്തിയതാണ്. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ചെയ്ത പരീക്ഷണത്തില് വ്യത്യസ്തതരം കുഴലുകളല്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അന്ന് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മക്കളെ, 3 കുഴലുകൾ കാണിച്ചിരിക്കുന്നതിൽ വ്യാസം വ്യത്യസ്തമുണ്ട് അല്ലേ? വ്യാസം വ്യത്യാസമാണ്.
സുബിന 6:15 കഴിഞ്ഞു കേട്ടോ. നമ്മൾ 6 മണിക്കാണ് ക്ലാസ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ എല്ലാ കുഴലുകളും ചെറിയ ഇപ്പം ഞാൻ ഇച്ചിരി വലുതാക്കി കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാനായിട്ട്. ഇതിൽ വ്യത്യസ്ത കുഴലുകൾ ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഒരു പരീക്ഷണം ചെയ്ത വിക്ടേഴ്സിൽ കാണിച്ചിരുന്നു. നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ഒബ്സർവേഷൻ നോക്കുന്നുണ്ടോ? എല്ലാ കുഴലിലൂടെയും ജലം മുകളിലേക്ക് കയറുക തന്നെ ചെയ്യും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം കാർത്തികന് ഓർമ്മയുണ്ടോ? കാർത്തികൻ കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതിൻ്റെ അങ്ങേ ക്ലാസ്സിലാണ് തോന്നുന്നു. കാരണം വിക്ടേഴ്സിൽ ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അവർ. കൃഷ്ണപ്രിയക്ക് ഓർമ്മയുണ്ടോ? കൃഷ്ണപ്രിയ ഓർമ്മയുണ്ടോ? ഈ പരീക്ഷണം വിക്ടേഴ്സിൽ കാണിച്ചത് ഓർമ്മയുണ്ടോ മോളെ? ഇല്ല. എന്നാൽ ടീച്ചർ തന്നെ പറയട്ടെ. ഇനി ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ടീച്ചർ തന്നെ പറയാം. ചെറിയ കുഴലിൽ വെള്ളം മുകളിലേക്ക് എളുപ്പം ഉയരും. ഓ വെരി ഗുഡ്. ഗൗതമസ് അല്ലേ? ഗൗതം കൃഷ്ണ. യെസ്, വെരി ഗുഡ് മോനെ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ് കേട്ടോ, കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ സംഭവിക്കുന്ന ഇതേ ഉള്ളൂ. എന്താണ്? കുഴലുകളിലൂടെ വെള്ളം മുകളിലേക്ക് ഉയരും. പക്ഷേ എല്ലാത്തിലും ഉയരുന്നത് ഒരേപോലെയല്ല. ഇപ്പോൾ ഗൗതമൻ്റെ ഒബ്സർവേഷൻ പറഞ്ഞു, ചെറിയ കുഴലിൽ എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് കൂടുതൽ ഉയരും. ഈ രണ്ടാമത്തെ കുഴലിൽ അതിനേക്കാളും താഴെയായിരിക്കും, മുകളിലത്തെ കുഴലിൽ അതിനേക്കാളും താഴെയായിരിക്കും വെള്ളത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത്. എല്ലാത്തിലും എല്ലാ ക്യാപ്പിലറി ട്യൂബിലൂടെയും എല്ലാ കേശിക കുഴലുകളിലൂടെയും ജലം മുകളിലേക്ക് തന്നെയാണ് ഉയരുന്നത്. പക്ഷെ ഉയരുന്ന ലെവൽ ഒരേപോലെയല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളിനി അടുത്ത അതിൻ്റെ കാരണത്തിലേക്കാണ് കടക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഏതിലാണ് കേശിക ഉയർച്ച കൂടുതലെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതിലായിരിക്കും കേശിക ഉയർച്ച കൂടുതൽ മക്കളെ? വ്യാസം കുറഞ്ഞതിലാണോ വ്യാസം കൂടിയതിലാണോ? വ്യാസം കുറഞ്ഞതിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്യാം കേട്ടോ. വ്യാസം കുറഞ്ഞതിലാണ്. കേശിക ഉയർച്ച കുറഞ്ഞത് ഏതിലാണ് കാണിക്കുക? യെസ്, വെരി ഗുഡ്. വ്യാസം കൂടിയതിലാണ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴലിന്റെ വ്യാസവും കേശിക ഉയർച്ചയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റണമല്ലോ. എങ്ങനെ പറയാം? ലിയ സജി, ലിയ ജോയിൻ ചെയ്യുന്നു, ലെഫ്റ്റ് ആവുന്നു, കാണുന്നുണ്ടല്ലോ. മഹിമ മോളെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരം പറയാം? ഈ കുഴലിന്റെ വ്യാസവും കേശിക ഉയർച്ചയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വ്യാസം കൂടിയാൽ ഉയർച്ച കൂടുമോ താഴുമോ? അത്രയും പറഞ്ഞാൽ മതി. മോളുടെ ശബ്ദം എത്തുന്നില്ല. പറയുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞ മോളെ. വ്യാസം കൂടിയാൽ കേശിക ഉയർച്ച കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? മനോജിത, മായ, നവീൻ കൃഷ്ണ. മോനെ നവീൻ കൃഷ്ണയ്ക്ക് പറയാൻ പറ്റുമോ കേശിക ഉയർച്ചയും കുഴലുകളുടെ വ്യാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്? അതായത് വ്യാസം കൂടിയാൽ കേശിക ഉയർച്ച എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? വെരി ഗുഡ്. വ്യാസം കൂടിയതിൽ കേശിക ഉയർച്ച കുറവായിരിക്കും. തിരിച്ചും നമുക്ക് പറയാം, വ്യാസം കുറഞ്ഞതിൽ കേശിക ഉയർച്ച കൂടുതലായിരിക്കും. അതായത് അവർ വിപരീത അനുപാതത്തിലാണെന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഒന്ന് കൂടുമ്പോൾ വ്യാസം കൂടിയാൽ കേശിക ഉയർച്ച കുറയും, വ്യാസം കുറഞ്ഞു വന്നാൽ കേശിക ഉയർച്ച കൂടും. അത് നമ്മൾ പറയുന്നൊരു വാക്കാണ് വിപരീത അനുപാതം. അത് നമുക്കിനി അടുത്ത ചാപ്റ്ററിലൊക്കെ പഠിക്കാം. ഇപ്പോൾ ആ വാക്ക് തൽക്കാലം കേട്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലായി, കുഴലിൻ്റെ വ്യാസവും കേശിക ഉയർച്ചയും തമ്മിൽ ബന്ധമുണ്ട്. വ്യാസം കൂടി വരുന്നതനുസരിച്ച് കേശിക ഉയർച്ച കുറഞ്ഞു വരും. ഇനി അതിൻ്റെ കാരണം നമ്മൾ പഠിക്കാൻ പോവാം. ആലോചിച്ച് നോക്ക്. അത് നമുക്കറിയാം, ശരിക്കും എല്ലാ വസ്തുക്കളും ഫ്രീ ആയിരിക്കുകയാണെങ്കിൽ താഴോട്ട് വരാനാണല്ലേ ടെൻഡൻസി, ഒരിക്കലും പൊങ്ങിപ്പോകാനുള്ള ടെൻഡൻസി. താഴോട്ട് വരാനാണ് ടെൻഡൻസി. അതെന്തുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും താഴോട്ട് വരുന്നത്? എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരുന്നു മക്കളെ? ആരെ ആകർഷിക്കുന്നത് കൊണ്ടാണ് മക്കളെ? വെരി ഗുഡ്. യെസ്,
ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് എല്ലാ വസ്തുക്കളും താഴുന്നത്. അതായത് എല്ലാ വസ്തുക്കളെയും ഭൂമി താഴോട്ട് പിടിച്ച് വലിക്കുക. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കൂ, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്നാണ് ഇവർ മുകളിലോട്ട് പോകേണ്ടത് അല്ലേ? അത് നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ പരീക്ഷയൊക്കെ ചെയ്തപ്പോൾ കണ്ടതാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ മറികടന്നാണ് വെള്ളം മുകളിലേക്ക് ഉയരുന്നത്. പക്ഷെ ഭാരം കൂടി വന്നാൽ മുകളിലേക്ക് ഉയരാൻ പറ്റുമോ? ഇല്ല, ബുദ്ധിമുട്ടാവും അല്ലേ? ഭാരം കൂടുന്നതനുസരിച്ച് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് മുകളിലേക്ക് പോകാന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ ഭാരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടന്ന് മുകളിലേക്ക് പോകാൻ പറ്റും. പക്ഷെ ഭാരം കൂടി വന്നാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വരും. അതെല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇവിടെ നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ വ്യാസം കുറഞ്ഞ ട്യൂബാണെങ്കിൽ ഇതിനുള്ളിൽ ഉള്ള വെള്ളത്തിന്റെ അളവ് എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? കുറവായിരിക്കും. അക്ഷയം ഒന്നുകൂടെ പറയാം. ടീച്ചർ ചോദിച്ചതാണ്, വ്യാസം കുറഞ്ഞ കുഴലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിനുള്ളിലുള്ള വെള്ളത്തിന്റെ അളവ് കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ? കുറവായിരിക്കും. അതായത് ഭാരവും കുറവായിരിക്കും. ഈ വ്യാസം കൂടുന്തോറും ഇത്രയും ആയാൽ തന്നെ വെള്ളത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടും. അപ്പൊ ഭാരവും കൂടും. ഇനിയും വ്യാസം കൂടിയാൽ ആലോചിച്ച് നോക്കൂ, ഈ വെള്ളത്തിന്റെ അളവ് വീണ്ടും എന്ത് ചെയ്യുന്നു? അപ്പൊ ഭാരം എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇതിലും കൂടുതൽ പൊങ്ങി വരാൻ പറ്റാത്തത് എന്ന് അല്ലേ? എന്തുകൊണ്ടാ പറഞ്ഞു നോക്കേ. യെസ്, വെരി ഗുഡ്. കുഴലിന്റെ വ്യാസം കൂടുന്നു. കുഴലിന്റെ വ്യാസം കൂടുന്നതനുസരിച്ച് അതിനുള്ളിലെ വ്യാപ്തം നമുക്ക് പറയാം അല്ലേ, വോളിയം, അതിന് ഉൾക്കൊള്ളാൻ പറ്റിയ വെള്ളത്തിന്റെ അളവ് കൂടുന്നു അല്ലേ? കുഴലിന്റെ വ്യാസം കൂടി വരുന്നതനുസരിച്ച് അതിന് ഉൾക്കൊള്ളാൻ പറ്റിയ വെള്ളത്തിന്റെ അളവ് കൂടുന്നു. അതിനനുസരിച്ച് വെള്ളത്തിന്റെ ഭാരവും കൂടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ബേർലി കടന്ന് അഡ്ഹഷൻ കൊണ്ടിതിന് പൊങ്ങിപ്പോകാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായാലും എന്തുകൊണ്ടാണ് വ്യാസം കൂടുന്നതനുസരിച്ച് നമുക്ക് കേശിക ഉയർച്ച കുറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിനുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മക്കളെ ഒന്നുകൂടി പറയാം, ആരെങ്കിലും വിട്ടുപോട്ടുണ്ടെങ്കിൽ പറയാണ്, വ്യാസം കൂടി വരുന്നതനുസരിച്ച് അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വെള്ളത്തിന്റെ അളവ് കൂടുന്നു, ഭാരം കൂടുന്നു. ഭാരം കൂടുമ്പോൾ അഡ്ഹഷൻ ബലത്തിന് അത്രയൊന്നും ഉയർത്താൻ പറ്റത്തില്ല. അത്രയും ഭാരം കൂടി, ഭൂമിയുടെ ആകർഷണ ബലം കൂടുതലാണ്. അതുകൊണ്ട് ചെറിയ കുഴലിലുള്ളതിൻ്റെ അത്രയും ഉയർച്ച വലിയ കുഴലിൽ പറ്റില്ല. ഓക്കെ മക്കളെ, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അങ്ങനെ നമുക്ക് അടുത്തതിലോട്ട് പോകാമല്ലോ. നിങ്ങൾക്ക് ഈ ചിത്രമൊക്കെ ഇതിനിടയ്ക്കൂടെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞോട്ടെ മക്കളെ. ടീച്ചർ പരീക്ഷണം ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞിട്ട് 9-7 ആദ്യം പരീക്ഷണം ടീച്ചർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്തേ മടി പിടിച്ചിരിക്കുന്ന എല്ലാവരും? ഇപ്പൊ നമ്മൾ പറഞ്ഞ കേശികത്വം വെച്ചിട്ടേ പരീക്ഷണം ചെയ്യാൻ പറ്റും. കേശികത്വം വെച്ചുള്ള പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തായാലും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, യൂട്യൂബൊക്കെ കാണുന്നവരാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ഇത് കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കാണാൻ പറ്റും? എക്സ്പെരിമെൻറ്റ് കാണാൻ പറ്റും. സിമ്പിൾ എക്സ്പെരിമെൻറ്റ്സ് കാണാൻ പറ്റും. 9th തന്നെ ചെയ്യാൻ പറ്റും. ക്യാപ്പിലറി വെച്ചിട്ടൊക്കെ ഈ കേശികത്വം വെച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ ബോയിൻസി, ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ഡിസ്കസ് എന്താ പറയുക, പ്ലവനത്വമല്ലല്ലോ ബോയൻ ഫോഴ്സ്, പ്ലവക്ഷമ ബലം വെച്ചുള്ള പരീക്ഷണങ്ങൾ, ആർക്കിമിഡിസ് തത്വം വെച്ചുള്ള പരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതോ കെമിസ്ട്രിയുടെ ആയാലും മതി, ഫിസിക്സോ കെമിസ്ട്രി ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല മക്കളെ. ശനി ഞായറും തരാ സമയം. ശനി ഞായറും കൊണ്ട് പറയൂ ഗൗതം കൃഷ്ണ. എഴുതാതിരിക്കാൻ പാടില്ല, എഴുതണം. അത് എഴുതുന്നത് ആയിക്കോട്ടെ, എഴുതുന്നത് വലിയ ഇപ്പം നിങ്ങൾ എന്താ പറയുക, ജസ്റ്റ് എന്താ ചെയ്തതെന്നൊക്കെ ഉള്ള രീതിയിൽ എഴുതി തന്നാൽ മതി. ഒരാൾക്ക് സെലക്ഷൻ കിട്ടുക സ്കൂളിൽ നിന്ന്. അപ്പോൾ അവിടെ പിന്നെ നമുക്ക് സബ്ജക്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ടൊക്കെ എഴുതാം. അപ്പോൾ തൽക്കാലം എഴുതുന്നത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. നിങ്ങൾ ചെയ്തിട്ടൊരു പേപ്പറിനകത്ത് എഴുതി തരും എനിക്ക് എന്താണ് ചെയ്തതെന്നെങ്കിൽ. അപ്പോൾ ശനി ഞായർ കൊണ്ട് ആരെങ്കിലും ചെയ്തയക്കൂലേ? ഫോട്ടോ അല്ല, വീഡിയോ എടുക്കണം. നിങ്ങൾ പരീക്ഷണം ചെയ്തതിൻ്റെ വീഡിയോ എടുത്ത് വേണം കേട്ടോ അയക്കാൻ, ഫോട്ടോ പോരാ മക്കളെ. കേട്ടോ? പറയും മോനെ, കേട്ടില്ല? ഗൗതം കൃഷ്ണയുടെ മൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ടീച്ചർക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്.
ഒരു രക്ഷയില്ല മോനെ, കേൾക്കുന്നില്ലടാ. ഒരു കാര്യം ഷിമോൻ പേഴ്സണലി മെസ്സേജ് ഇടും ടീച്ചറിന്റെ വാട്സാപ്പിൽ. ഇപ്പം അല്ല, ക്ലാസ് കഴിഞ്ഞിട്ട് പേഴ്സണൽ മെസ്സേജ് ഇടും എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ കേട്ടോ, ടീച്ചർ പറഞ്ഞുതരാം. പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചിത്രമൊന്നും ഉണ്ടാവില്ല അല്ലേ? ടീച്ചറിന്റെ കയ്യിൽ കുറച്ച് പഴയ ടെക്സ്റ്റ് ബുക്ക് ഇരിപ്പുണ്ട്, ടീച്ചർ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ കേശികത്വമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം തന്നെയാണ്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അവിടെ ഒരു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ ഈ ചിത്രം? ഇത് പഴയ ടെക്സ്റ്റ് ബുക്ക് ആയണ്ട ടീച്ചറായിരിക്കുന്നത്. അക്ഷയ് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല, എന്റെ കുഴപ്പമാണ്. ഉണ്ടാ? എനിക്ക് എൻ്റെ കയ്യിലുള്ള PDF-നകത്ത് ഇതില്ല, കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട് താനും. ഓക്കെ, ആയിക്കോട്ടെ. എന്തായാലും ഉള്ളവർ എന്തായാലും കണ്ടോളൂ, ഇല്ലാത്തവർ ഇതിനകത്ത് നോക്കോളൂ. ഒരു കുപ്പിയിൽ മണ്ണെണ്ണ എടുത്തിട്ട്, മണ്ണെണ്ണയുടെ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയെല്ലാം കുറച്ച് ഇതാണ് നല്ല പ്ലാസ്റ്റിക്കോ, ഇനി പ്ലാസ്റ്റിക് എടുത്തിട്ടുള്ള ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തോടെ ഒരു ചോക്കാണ് മുക്കി വെച്ചിരിക്കുന്നത്. ആക്ച്വലി മെഴുകുതിരിയല്ല, ചോക്കാണ് മുക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചോക്കാണ് തീ കത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താ ചോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് സുഷിരങ്ങളുണ്ട്. നമുക്കറിയാം, വെള്ളത്തിൽ മുങ്ങിയാൽ അത് കുതിരും, അതിനകത്ത് വെള്ളം കയറും. അതായത് ചെറിയ സുഷിരങ്ങളുള്ള സാധനമാണ് കാപ്പിലറി. അത് വളരെ തീരെ ചെറിയ സുഷിരങ്ങളുള്ളതാണ്. അപ്പോൾ ചോക്കിലൂടെ മണ്ണെണ്ണ മുകളിലേക്ക് കയറിയിട്ട് അത് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേശികത്വത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കാവുന്നൊരു പരീക്ഷണമാണ്. ഇങ്ങനെയുള്ള സിമ്പിൾ പരീക്ഷണങ്ങൾ ധാരാളം ഉണ്ട് കേട്ടോ. മക്കൾ ചെയ്യണേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അയച്ചു തരണേ ടീച്ചർക്ക്. തരുമോ? തരണം കേട്ടോ. നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ ഓക്കെ. അപ്പം ഞാൻ ശനി ഞായർ പ്രതീക്ഷിക്കുന്നു നിങ്ങളിൽ നിന്ന് എനിക്ക് പരീക്ഷകൾ ധാരാളം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത് നമ്മൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഈ ടെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ തുടങ്ങിയപ്പോൾ പ്രവക്ഷണം ബലം പഠിച്ചു, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പ്ലവന തത്വം, പ്ലവനത്വത്തെ അടിസ്ഥാനമാക്കിയ ഹൈഡ്രോളിക് ജാക്ക്. പിന്നീടാണ് നമ്മൾ ഇത് കേശികത്വത്തിലോട്ടും പ്രതല ബലത്തിലോട്ടും വന്നത്. അതിനുശേഷം നമ്മൾ വരുന്ന അടുത്ത ഇത് ആലോചിച്ച് നോക്കും. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ ദ്രവബലങ്ങൾ എന്നായിരുന്നു അല്ലേ? ദ്രവങ്ങളിൽ അനുഭവപ്പെടുന്ന ബലം എന്നായിരുന്നു. ദ്രവം മീൻസ് ദ്രാവകവും വാതകവും ചേർന്നാണ് നമ്മൾ ദ്രവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ്രവബലങ്ങളിൽ ഒരു ബലം കൂടി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഡിഫറെൻറ്റ് ബലങ്ങൾ നമ്മൾ പഠിച്ചത്. നമ്മൾ എന്താ പ്ലവക്ഷം ബലത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അഡ്ഹഷൻ ബലം, കോഷൻ ബലം ഒക്കെ എത്തി. ഇനി നമ്മൾ പഠിക്കുന്നത് വിസ്കസ് ബലമാണ്. വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു ബലം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഘർഷണ ബലം പഠിച്ചു ഓർമ്മയുണ്ട് 8ാം ക്ലാസ്സിൽ? ആർക്കെങ്കിലും ഘർഷണ ബലം എന്നൊരു പേര് കേട്ടത് ഓർമ്മയുണ്ട് 8ാം ക്ലാസ്സിൽ? 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ ബലങ്ങളിൽ ഘർഷണ ബലം നമ്മൾ പഠിച്ചു. ഉരുളൽ ഘർഷണവും നിരങ്ങൽ ഘർഷണവും പഠിച്ചതാണ്. ആർക്കും ഓർമ്മയില്ല? ഉരുളൽ ഘർഷണം കുറവാണ്, നിരങ്ങൽ ഘർഷണം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും ഓർമ്മയില്ലാത്തതാണോ? ആരും മിണ്ടുന്നില്ല. മക്കളെ ഓർമ്മയില്ലേ മക്കളെ? എവിടെ ഇല്ല? ആയിക്കോട്ടെ, എന്നാ ടീച്ചർ പറയട്ടോ. ഇനി ഇതേപോലെ 10 വന്നിട്ട് 9ാം ക്ലാസ് പഠിപ്പിച്ചൊന്നും ഓർമ്മയില്ലെന്നൊന്നും പറയില്ല കേട്ടോ. 10ൽ ഞാൻ തന്നെ ആയിരിക്കും പഠിപ്പിക്കുക. അപ്പോൾ 9ാം ക്ലാസ് ഞങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് പറയില്ല കേട്ടോ. ഘർഷണബലം എന്ന് വെച്ചാൽ ശരിക്കും എന്താ നമ്മുടെ ചലനത്തെ എതിർക്കുന്ന ബലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘർഷണബലം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഈ ഘർഷണം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല മക്കളെ. നമുക്ക് തൽക്കാലം ഇപ്പോൾ പഠിക്കുന്ന ദ്രവബലങ്ങളിലെ വിസ്കസ് ഫോഴ്സ് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഘർഷണബലം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിലും ഒരു പരീക്ഷണം കാണിക്കുന്നുണ്ട്. ഇതേ പരീക്ഷണം വിദ്യാഭ്യാസ ക്ലാസ്സിൽ കാണിച്ചാണ്, ഓർമ്മയുണ്ടാവും. ഒരു ഗ്ലാസ് പ്ലേറ്റ് എടുത്തിട്ട് അല്ലേ, ഓരോരോ ദ്രാവകങ്ങൾ, ഡിഫറെൻറ്റ് ദ്രാവകങ്ങൾ നമ്മൾ ഇതിലൂടെ ഒഴിക്കുന്നു. തേനൊഴിക്കാം, ജലമൊഴിക്കാം, ഗ്ലിസറിൻ ഒഴിക്കാം. ഈ 3 ദ്രാവകങ്ങൾ അതിലൂടെ ഒഴുകുന്ന കാണിക്കും. ഓക്കെ, ആ 3 ദ്രാവകങ്ങളും തേനും ഗ്ലിസറിനും ജലമാണ് എടുക്കുന്നതെങ്കിൽ ഒരേ കണക്ക് ചരിച്ച് പിടിച്ചാൽ ആരായിരിക്കും ഏറ്റവും സ്പീഡിൽ ഒഴുകുക? ജലം. ജലം നല്ല സ്പീഡിൽ ഒഴുകും. അത്രയും സ്പീഡിൽ ഗ്ലിസറിൻ ഒഴുകുവോ? കുറവായിരിക്കും. തേനോ? തേൻ കുറവായിരിക്കും അല്ലേ? അപ്പൊ എല്ലാത്തിൻ്റെയും ഒഴുക്ക് എല്ലാവരും ഒഴുകുന്നത് ഒരേപോലെയല്ല അല്ലേ?
അപ്പോൾ ഒഴുകുന്നതിന് അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ അടുത്ത കാരണമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ദ്രാവകങ്ങൾ ഒഴുകുന്നത്. ഇപ്പം ദ്രാവകങ്ങൾ ഒരു പൈപ്പിലൂടെ ഇങ്ങനെ ഒഴുകാൻ ഇരിക്കട്ടെ. അപ്പം ദ്രാവകങ്ങൾ ഇങ്ങനെ ഓരോരോ ലെയറായിട്ടാണ് ഒഴുകുന്നതെന്നാണ് നമ്മൾ കഥ കൺസെപ്റ്റ്. ഓരോരോ പാളികളായിട്ടാണ് നമ്മൾ ദ്രാവകങ്ങൾ ഒഴുകുന്നതെങ്കിൽ ഇത് മുകളിലത്തെ പാളി, താഴത്തെ പാളി, അതിന് താഴെ ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ അവിടെ 2 പാളികളുണ്ടെങ്കിൽ ഈ പാളികൾക്കിടയിൽ ഉരസം, ഇവർ നമ്മൾ ഒരു പാളിയും 2 പാളിയും ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ഉരസലുണ്ടാകും. ആ ഉരസലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘർഷണബലം. അതായത് നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു വസ്തു ഒരു പ്രതലത്തിന് മുകളിലൂടെ മറ്റൊരു വസ്തു ഉരുണ്ട് നീങ്ങുമ്പോൾ, ഈ ഉരുണ്ടായാലും ചലിക്കുമ്പോൾ, ഏത് വസ്തു ഉരുളലോ നിരങ്ങലോ എങ്ങനെ ചലിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ നീങ്ങുമ്പോൾ ഇവയ്ക്കിടയിൽ ഒരു ബലമുണ്ട്. ആ ബലത്തിൻ്റെ ഒരു ഉദാഹരണം ടീച്ചർ പറയട്ടെ. ഇപ്പോൾ നമ്മൾ മേശപ്പുറത്ത് വെച്ച് കാണിക്കാൻ വയ്യ. എനിക്ക് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ പേന ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. പേന എന്ത് ചെയ്യും? പേന ഇങ്ങനെ മേശപ്പുറത്ത് വെച്ചിട്ട് ഒരൊറ്റ അടി കൊടുക്കുക ടീച്ചർ, എന്ത് ചെയ്യും? മുന്നോട്ട് പോകും അല്ലേ? മുന്നോട്ട് പോയിക്കൊണ്ടേ അങ്ങിരിക്കുവോ പേന? കുറച്ച് കഴിയുമ്പോൾ പേന എന്ത് ചെയ്യും? നിൽക്കും. അതാരാ പേന നിർത്തിയത്? ആരാണ് പേനയെ നിർത്തിയതെന്നുള്ളതാണ്. ചലിപ്പിച്ചത് ഞാനാണ്. ബലം കൊടുക്കാത്തൊരു വസ്തു ചലിക്കത്തില്ല, ബലം കൊടുക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു നിൽക്കത്തുമില്ല അല്ലേ? ചലിപ്പിക്കാനും ബലം വേണം, നിർത്താനും ബലം വേണം. അപ്പോൾ ടീച്ചർ തൽക്കാലം ടെക്സ്റ്റ് ബുക്കിൽ വെച്ചിട്ട് ഞാനിപ്പോൾ അങ്ങനെ ഉരുട്ടി, ഇപ്പം പ്രതലമല്ലാത്ത വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ടീച്ചർ പിടിക്കും. ഉരുട്ടി കഴിഞ്ഞാൽ എനിക്കൊന്നും തോന്നുന്നില്ല. ഉരുട്ടിയാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ചലിക്കാൻ കാരണം ഞാൻ പിടിച്ച ബുക്കാണ്. അത് ഉരുളൽ നിർത്താൻ കാരണം ആരാണെന്നുള്ളതാണ്. ആരാണ് ബലം പ്രയോഗിച്ച് ഇതിൻ്റെ ചലനം നിർത്തിയതെന്നുള്ളതാണ്. ആരായിരിക്കും നിർത്തിയത്? ഇതിന് മുകളിലൂടെ പേരയിൽ ഈ പ്രതലം അല്ലേ? ഈ പ്രതലമാണ് ബലം പ്രയോഗിച്ച് ഈ ചലനത്തെ നിർത്തിയത്. അതിപ്പോൾ അതിന് കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ഈ പ്രതലം നമ്മൾ കാണുന്നത് പോലെ സ്മൂത്ത് അല്ല, വളരെ പോളിഷ്ഡ് അല്ല, പരുപരുത്തതാണ്. ഇതിൽ ധാരാളം കുണ്ടും കുഴികളും ഉണ്ടായിരിക്കും. അതേപോലെ ഈ പേനയുടെ സർഫസിലും ധാരാളം കുണ്ടും കുഴികളും ഉണ്ടായിരിക്കും. ഈ പേന കുറച്ചുകൂടെ സ്മൂത്താന്ന് നമുക്ക് പറയാം. ഓക്കെ, പക്ഷെ എത്ര സ്മൂത്താന്ന് നമ്മൾ പറഞ്ഞാലും അവിടെ നിന്നുണ്ടായിരിക്കും ചെറിയ കുണ്ടും കുഴികളും ഉണ്ടായിരിക്കും. അപ്പം ഇവർ ഒന്നിൻ്റെ മുകളിലൂടെ ഒന്ന് ചലിക്കുമ്പോൾ ഈ കുണ്ടും കുഴികളും ഒന്ന് ഉടക്കുന്നതിനെ നമ്മൾ വിളിക്കും. ആ ഉടക്കുന്നതാണ് ചലനത്തെ എതിർക്കുന്നത്. കുറച്ചുകൂടെ നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള പ്രതലമാണെങ്കിൽ ഈ ഉടക്കുകൾ എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കും, കൂടുതലായിരിക്കുമോ? കുറവായിരിക്കും അല്ലേ? അതാണ് ടൈലിലൂടെ ഒക്കെ പെട്ടെന്ന് തെന്നിപ്പോത്തില്ലേ എന്ന്, ടൈൽസ് ഒക്കെ ആണെങ്കിൽ അല്ലേ? ടൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മിനുസമാണ് അല്ലേ? ടൈൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മിനുസമാണ്. അപ്പോൾ ഈ കുണ്ടും കുഴികളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആയിട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ ഈ പ്രതലങ്ങളിലെ ഉള്ള ഈ കുണ്ടും കുഴികളും നമ്മൾ റഫ്നെസ് ആണ്. റഫായിട്ടിരിക്കുന്ന പ്രതലങ്ങൾ തമ്മിൽ ഒരു പ്രതലത്തിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ ഇവർ തമ്മിൽ സർഫസ് എന്ത് ചെയ്യും? ഉടക്കുകൾ ഉണ്ടാകും. ആ ഉടക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഘർഷണബലം. അപ്പോൾ ഘർഷണബലം എപ്പോഴും ചലനത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേ, ഇത് ദ്രാവകത്തിൻ്റെ ഒരു പാളി നമുക്ക് എടുക്കാം, അതിന് തൊട്ട് താഴെ മറ്റൊരു പാളി. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ നീങ്ങുമ്പോഴും എന്തുണ്ടാവും? കർഷണബലം ഉണ്ടാകും, ഉടക്കുകൾ ഉണ്ടാകും. പക്ഷേ ഒരു ഖരം മറ്റൊരു ഖരത്തിന് ഇപ്പോൾ ഈ പേന ഈ പ്രതലത്തിൻ്റെ മുകളിലോട്ട് കയറിപ്പോൾ അത്രയും കർഷണമൊന്നും ഉണ്ടാവില്ല. കാരണം ദ്രാവകങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്താണ് അവരുടെ സർഫസ്. പക്ഷെ എത്ര സ്മൂത്ത് ആയാലും അവിടെ കുറച്ച് ഉടക്കുണ്ടാവും, കർഷണബലം ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ഇതൊരു പ്ലാസ്റ്റിക് കുഴലോ അല്ലെങ്കിൽ ഗ്ലാസ്സോ ആണെന്നിരിക്കട്ടെ, ഇതിൻ്റെ താഴെ കൂടെ വെള്ളം ഒഴുകുമ്പം ഇവർ തമ്മിൽ എന്തുണ്ടാവും? ഈ ഗ്ലാസ് പ്ലേറ്റിൻ്റെ പ്രതലവും അതിന് താഴെ കൂടെ ഒഴുകുന്ന ജലത്തിൻ്റെ പ്രതലവും തമ്മിലും എന്തുണ്ടാവും? കർഷണബലം ഉണ്ടാവും. അപ്പൊ നോർമലി ആ കർഷണബലം എന്ത് ചെയ്യുന്നു? ദ്രാവകത്തെ എതിർക്കുന്നു, ദ്രാവകത്തിന്റെ ചലനത്തെ എതിർക്കുന്നു. അപ്പൊ ദ്രാവകങ്ങളുടെ പാളികൾക്കിടയിലും എന്തുണ്ട്? കർഷണബലമുണ്ട്. ആ തരത്തിലുള്ള കർഷണബലത്തെ നമ്മൾ പുതിയ പേരിട്ട് വിളിക്കുകയാണ് വിസ്കസ് ബലം. ഓക്കെ, അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കർഷണബലം അത് തന്നെയാണ്. പക്ഷെ ദ്രാവകങ്ങൾക്കിടയിലുള്ള ബലം ആയതുകൊണ്ട് നമ്മൾ പുതിയ പേര് കൊടുക്കുന്നു, കർഷണബലം എന്ന് കൊടുക്കുന്നു. ഓക്കെ, വിസ്കസ് ബലം എന്ന് കൊടുക്കുന്നു. അപ്പോൾ പക്ഷേ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ടീച്ചറെ എന്തൊരു മിസ്റ്റേക്ക് വന്നപ്പോൾ അപ്പം തന്നെ പറഞ്ഞു എടുക്കാൻ. ഓക്കെ, ഇനി അപ്പോൾ ഇങ്ങനെ വിസ്കസ് ബലം ഉള്ളത് കൊണ്ട് എന്താ സ്പീഡ് എന്ത് ചെയ്യും? ചലിക്കുന്ന സ്പീഡ് എന്ത് ചെയ്യും?
അപ്പോൾ ദ്രാവകങ്ങളുടെ ചലനത്തെ എതിർക്കുന്ന ബലം ഏതെന്ന് ചോദിച്ചാലും ഏത് ബലം എന്ന് നമുക്ക് പേര് കൊടുക്കാം? വിസ്കസ് ബലം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഇനി വിസ്കോസിറ്റി കുറഞ്ഞവയും കൂടിയവയും നമ്മൾ എഴുതാനൊരു പട്ടികയുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇനി അത് വെച്ചിട്ട് നമുക്ക് ഇപ്പം വിസ്കോസിറ്റി കൂടിയവയെന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമുക്ക് എഴുതാം? ഇതിനകത്ത് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. വിസ്കോസിറ്റി കൂടിയ ഒന്നാണ് തേൻ. പിന്നെ ഏതുണ്ട് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റിയേ? വെളിച്ചെണ്ണ എഴുതാം. വെരി ഗുഡ്, വെളിച്ചെണ്ണ എഴുതാം. ഗ്ലിസറിൻ എഴുതാം. മക്കളെ തേൻ പറഞ്ഞു കേട്ടോ, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തേന്. ഗ്ലിസറിൻ എഴുതാം. ഇപ്പം നമ്മൾ പറഞ്ഞതാ. പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞോ, വെളിച്ചെണ്ണ എഴുതാം. നെയ്യ് എഴുതാം. വിസ്കോസിറ്റി കുറഞ്ഞവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ എഴുതാം? ജലം. മണ്ണെണ്ണ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ജലം എഴുതാം. വെളിച്ചെണ്ണ വിസ്കോസിറ്റി കുറച്ച് കൂടുതലല്ലേ. പാൽ എഴുതാം. പാല് വേണം എഴുതാം. വിസ്കോസിറ്റി കുറവാണ്, പാലൊക്കെ പെട്ടെന്ന് ഒഴുകും. പാലിൻ്റെ കട്ടി കൂടുതലാണെങ്കിൽ കുറവായിരിക്കും. ഈ വിസ്കോസിറ്റി കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മൾ രണ്ടും താരതമ്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും അല്ലേ. അല്ലാതെ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞൊന്നുമില്ല. ഇവ തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ പറയുന്നത്. ഈ ഗ്രീസൊക്കെ ഇല്ലേ, ഗ്രീസ് മീൻസ് ഇത് ആലോചിച്ചാൽ നിങ്ങൾ ഓയിൽ ഒഴിക്കത്തില്ലേ, വണ്ടികളിൽ ഒഴിക്കുന്ന ഓയിൽ അറിയില്ലേ? പെട്രോൾ അല്ല, പെട്രോളിന് വിസ്കോസിറ്റി കുറവാണ്. ഓയിലിന് വിസ്കോസിറ്റി എങ്ങനെയാണ്? കുറച്ചൊരു കട്ടിയില്ലേ, അതിന്റെ വിസ്കോസിറ്റി എങ്ങനെയാണ്? കൂടിയതാണ്. വിസ്കോസിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ലിക്വിഡ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ദ്രാവകങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളുണ്ട്, വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടിനും രണ്ട് പേര് കൊടുക്കുകയാണ്. വിസ്കോസിറ്റി കൂടിയാൽ വിസ്കസ് ദ്രാവകങ്ങൾ, വിസ്കോസിറ്റി ഉള്ളവർ. വിസ്കോസിറ്റി കുറഞ്ഞവയ്ക്ക് ചലനം എങ്ങനെ ആയിരിക്കും? വിസ്കോസിറ്റി കുറഞ്ഞാൽ ചലിക്കുന്ന സ്പീഡ് എങ്ങനെ ആയിരിക്കും? കൂടുതലായി ചലിക്കാൻ പറ്റുക മീൻസ് മൊബൈലാണ്. മൊബൈലിന് വെച്ചാൽ ശരിക്കും നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? മൊബൈലിന് വെച്ചാൽ എന്തുവാ ശരിക്കും വാക്കിൻ്റെ അർത്ഥം? മൊബൈൽ മീൻസ് ചലിക്കാൻ കഴിവുള്ളതെന്നാണ് കേട്ടോ. നമ്മൾ പണ്ട് ലാൻഡ് ഫോൺ ഉപയോഗിച്ചു, ഒരിടത്ത് തന്നെ സ്ഥിരമായിട്ട് ലാൻഡിൽ തന്നെ വെക്കുന്ന ഫോൺ. അത് കഴിഞ്ഞിട്ടാണ് ചലിക്കാൻ പറ്റിയ ഫോണുണ്ട്. അപ്പോൾ നമ്മളതിന് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ മീൻസ് ചലിക്കാൻ കഴിവുള്ളതെന്നാണ്. അപ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞവയ്ക്ക് ചലിക്കാൻ പെട്ടെന്ന് ഒഴുകി പോകാമല്ലോ, പറ്റില്ലേ? അപ്പോൾ വിസ്കോസിറ്റി കുറഞ്ഞ ദ്രാവകങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊബൈൽ ദ്രാവകങ്ങൾ. അത് മനസ്സിലായോ? അപ്പോൾ വിസ്കോസിറ്റി കൂടിയവയെ വിസ്കസ് ദ്രാവകങ്ങളെന്നും വിസ്കോസിറ്റി കുറഞ്ഞവയ്ക്ക് പെട്ടെന്ന് ചലിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ മൊബൈൽ ദ്രാവകങ്ങൾ എന്ന് കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാം. ഈ നമ്മൾ നല്ല ചൂടാക്കി, ഇപ്പം നെയ്യ് തന്നെ എടുക്കാം. നെയ്യ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് നെയ്യ്. നമ്മൾ കട്ടിയുള്ള നെയ്യ് ഒഴുകുന്നതും കുറച്ച് ചൂടാക്കിയ നെയ്യ് ഒഴുകുന്നതും ഒരേ രീതിയിലായിരിക്കുമോ? അല്ല. ആരാണ് നന്നായിട്ട് ഒഴുകുക? ചൂടാക്കിയ നെയ്യാണ് നന്നായിട്ട് ഒഴുകുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ചൂടായ നെയ്യാണ് അല്ലേ. രണ്ടും നെയ്യ് തന്നെയാണ് എടുത്തത്. ഒന്ന് ചൂടാക്കാത്ത ലിക്വിഡ് ഫോം തന്നെയാണ്, ദ്രാവക രൂപത്തിൽ തന്നെയാണ്, പക്ഷെ ചൂടാക്കാത്തതും ചൂടാക്കിയതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ചൂടാക്കിയാൽ അതിൻ്റെ താപനില ഉയരുകയാണല്ലേ ചെയ്യുന്നത്. താപനില ഉയരുമ്പോൾ വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നു? കുറയും അല്ലേ. പെട്ടെന്ന് ഒഴുകാൻ പറ്റും. പെട്ടെന്ന് ഒഴുകാൻ മീൻസ് വിസ്കോസിറ്റി കുറയുക എന്നാണ് അർത്ഥം അല്ലേ. അത് നമ്മൾ കൺഫ്യൂഷൻ ആവലും. നന്നായിട്ട് ഒഴുകാൻ പറ്റുക മീൻസ് വിസ്കോസിറ്റി കുറവാണ്, കുറയുന്നു. അപ്പോൾ ചൂടാക്കിയ ആൾ നന്നായിട്ട് ഒഴുകാൻ കഴിയുക മീൻസ് വിസ്കോസിറ്റി കുറയുന്നു. അപ്പോൾ താപനില വിസ്കോസിറ്റിയായിട്ട് ബന്ധമുണ്ട് അല്ലേ. താപനില വിസ്കോസിറ്റി തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നസീം ഇല്ല, നിതിൻ, രാഹുൽ രാജാറസ്, എസ് ഗൗതം കൃഷ്ണ, സജിലാൽ, നിതിൻ ഉണ്ടോ? സജിലാൽ ഓക്കെ. നിതിൻ പ്രസന്റ് ഇട്ടു. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം മോനെ. സജിലാൽ ഉണ്ടോ? സജിലാൽ
സജ്ജന മോൾ. ഓക്കെ, എന്നാ സജ്ജന പറഞ്ഞേ മോളെ. നമ്മൾ വിസ്കോസിറ്റിയും താപനിലയും തമ്മിൽ എന്താണ് ബന്ധം? ചൂടാക്കിയാൽ ഒഴുകാൻ പെട്ടെന്ന് കഴിയുമോ? അയ്യോ മോളെ, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ചോദിച്ചില്ല. ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച കാര്യം ചോദിച്ചതാ. ജസ്റ്റ് എന്താ മോനെ നിതിൻ, കേട്ടില്ലടാ? ഞാൻ പ്രസന്റ് ഇട്ടടാ നിനക്ക്. ഓക്കെ, എന്നാ സംഗീത് ആബ്സെന്റ് ആണ്. ഷിഫാന, ഷിഫാന മോളുണ്ടല്ലോ. മോളെ, വിസ്കോസിറ്റിയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയ്യോ, നിങ്ങൾ എന്താ മക്കളെ പറയാത്തത്? ഉണ്ട്. എന്താ ബന്ധം? വെരി ഗുഡ്. താപനില വർദ്ധിച്ചാൽ, ചൂടാക്കിയാൽ പെട്ടെന്ന് ഒഴുകാൻ കഴിയുന്നു. അതായത് താപനില കൂട്ടിയാൽ വിസ്കോസിറ്റി കുറയുന്നു. അതാണ് താപനിലയും വിസ്കോസിറ്റിയും തമ്മിലുള്ള ബന്ധം. താപനില കൂടിയാൽ പെട്ടെന്ന് ഒഴുകാൻ പറ്റും, അത്രയെങ്കിലും നമ്മൾ പറയുക കേട്ടോ. വിസ്കോസിറ്റി എന്നുള്ള എങ്ങനെയാ പറയാൻ പറ്റില്ലെങ്കിലും താപനില കൂടിയാൽ ദ്രാവകങ്ങൾ പെട്ടെന്ന് ഒഴുകാൻ കഴിയുന്നു, അത്രയെങ്കിലും പഠിക്കുക. ഇനി അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു ആപ്ലിക്കേഷൻ ടീച്ചർ പറയാം. കറണ്ട്, വൈദ്യുതാഘാതം ഏൽക്കുന്ന ആൾക്കാരുണ്ട്, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ പെട്ടെന്നൊരു, നിങ്ങൾക്ക് സിനിമയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർക്കൊരു ഫസ്റ്റ് എയ്ഡ് നമ്മൾ കൊടുക്കാറുണ്ട്. എന്തൊക്കെ ചെയ്യാറുണ്ട് ഷോക്ക് ഏൽക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട്? നമ്മൾ തടവും, കാലും കൈക്ക് അമർത്തി തടയിൽ കൊടുക്കും, ഇങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കും. പിന്നെ വേറൊന്നും ചെയ്യാറില്ല. അവർക്ക് കൃത്രിമ ശ്വാസം കൊടുത്തിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? ഹാർട്ടൊക്കെ പെട്ടെന്ന് നിന്ന് പോകും. അപ്പൊ ഹാർട്ടൊക്കെ ഇങ്ങനെ അടിച്ച് ബീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല നിങ്ങൾ? അതൊക്കെ ചെയ്യുന്നത് കൃത്രിമമായിട്ട് ശ്വാസം നിന്നും നെഞ്ച് അമർത്തി കൊടുക്കും, അല്ലെ? ഹാർട്ടിന്റെ പൾസ് ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ കാലും കൈയൊക്കെ അമർത്തി തടവി കൊടുക്കും. ഈ കാലും കൈയും അമർത്തി തടവി കൊടുക്കുക എന്നുള്ളതിനകത്ത് നമ്മുടെ വിസ്കോസിറ്റിയുടെ ആപ്ലിക്കേഷനാണ് അതിൽ വരുന്നത്. കാരണം ഷോക്ക് ഏൽക്കുന്ന സമയത്ത് ശരീരം പെട്ടെന്ന് തണുക്കും, താപനില പെട്ടെന്ന് കുറയും. താപനില പെട്ടെന്ന് കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ഒരു ദ്രാവകമുണ്ടല്ലോ, ആരാണ്? ഓക്കെ, അപ്പം ശരീരത്തിന്റെ താപനില പെട്ടെന്ന് കുറയാണ് ഷോക്ക് ഏൽക്കുന്ന സമയത്ത്. അപ്പൊ രക്തം നന്നായിട്ട് ഒഴുകുമോ? പിന്നെ തണുത്ത് കഴിഞ്ഞു ഇല്ല. അപ്പൊ നമ്മൾ രക്തം നന്നായിട്ട് ഓടണം. രക്തമൊക്കെ ബ്രെയിനിൽ കറക്റ്റ് ടൈമിൽ ചെല്ലാതിരുന്നാൽ ഡെത്ത് സംഭവിക്കില്ല, മരണം സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് വേണം? പെട്ടെന്ന് ശരീരത്തിന്റെ താപനില കൂട്ടണം, എങ്കിലേ ബ്ലഡ് നന്നായിട്ട് ഒഴുകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്? അമർത്തി തിരുവി കൊടുക്കുക. അമർത്തി തടവുകയും തിരുമുകയൊക്കെ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അമർത്തി തടവുകയും തിരുമുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ താപനില കൂടുന്നു. താപനില കൂടിയാൽ വിസ്കോസിറ്റി എന്ത് ചെയ്യും? ശരീരത്തിന് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒഴുകാൻ പറ്റും. ഓക്കെ, അപ്പൊ തിരുമ്മി ചൂട് പിടിപ്പിക്കുന്നത് അപകടനില തരണം ചെയ്യാൻ അയാളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ മക്കളെ, മനസ്സിലായോ അത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പൊ ടീച്ചർ എൻ്റെ ഒരു 3-4 പേരുടെ പേര് വിളിക്കാൻ, അവരൊന്ന് വിളിച്ചോട്ടെ ടീച്ചറെ. സിദ്ധാർത്ഥല്ല, സിദ്ധാർത്ഥ ആബ്സെന്റ് ആണല്ലേ? സിദ്ധാർത്ഥ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിരുന്നല്ലോ. ശ്രീനന്ദ ടീച്ചർ ഇട്ടല്ലോ, പ്രസന്റ് ഇട്ടല്ലോ. ടീച്ചർ ക്ലാസ് തീരുമ്പോൾ ആബ്സെന്റ് ആയ ആരൊക്കെയാണെന്ന് കാണിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. ശ്രീനന്ദ, ശ്രീലക്ഷ്മി, ശ്രീരാജ്, ശ്രീരാജ് ആബ്സെന്റ്. സുജിത്ത്, സൂര്യനാരായണൻ, വരുൺ വി. മക്കൾ ഇത്രയൊക്കെ കുട്ടികളെ ശരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ പ്രസന്റ് ആവാറുള്ളോ? 26 പേര് ഇപ്പോൾ ഉള്ളൂ. അത്രയും പേരുള്ളൂ. ഈ
53 പേരിൽ പകുതി പേരൊക്കെ വരാറുള്ളൂ അല്ലേ ക്ലാസ്സിൽ നോർമലി? അതെ ടീച്ചർ. വിഭു പ്രസന്റ് ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, ട്രേസർ പ്രസന്റ് ഉണ്ട്. മക്കളെ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്, പക്ഷേ ഇതിനകത്ത് ഇത്ര പേര് ആബ്സെൻ്റ് ഉണ്ട് കേട്ടോ. പേര് ആബ്സെൻ്റ് ആണ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഓണം കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു ചെറിയ ഇവാലുവേഷൻ പോലെ സ്കൂളിൽ നിന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും ടീച്ചർ അത്രയും കാത്തു നിൽക്കുന്നില്ല. ഒരു ചെറിയ ഇവാലുവേഷൻ ടീച്ചർ നടത്തും കേട്ടോ. ഇന്ന് വ്യാഴമല്ലേ, അപ്പം ശനിയാഴ്ച 8 മണിക്ക് ടീച്ചർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം. ടീച്ചർ ഗൂഗിൾ ഫോമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ ഗൂഗിൾ ഫോം വഴി അയച്ചു തരാം. ശനി അല്ലെങ്കിൽ ടീച്ചർ കറക്റ്റ് ഡേറ്റിലെ അറിയിക്കാം നിങ്ങൾ. കാരണം എന്താ, ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് ക്ലാസ് വെച്ചിരുന്ന് എടുക്കാൻ പറ്റില്ല. അവരുടെ ക്ലാസ്സിലെ പേരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ടീച്ചർക്ക് മിസ്സായി. ടീച്ചർക്ക് പോയി ശനിയാഴ്ച വൈകുന്നേരം അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ശനിയാഴ്ച ആയപ്പോൾ അവർക്ക് തീരത്തുള്ളൂ, അല്ലെങ്കിൽ ഇന്ന് തന്നെ അവർക്കും തീർന്നേനെ. അപ്പോൾ 2 പേർക്കും കൂടി തീർന്നിട്ട് അപ്പോൾ പിന്നെ ശനിയാഴ്ച ചിലപ്പോൾ അവർക്ക് അന്ന് നടത്തി അന്ന് തന്നെ പരീക്ഷ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ടീച്ചർ അത് കഴിഞ്ഞാൽ ഒരു ദിവസം അറിയിക്കും, പരീക്ഷ ഉണ്ടെന്ന് അറിയിക്കും. എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും കേട്ടോ.